ദൈവത്തിന്റെ അതിപരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ നിങ്ങളുടെ ഡാലിയ കൊച്ചമ്മ. മർത്തമറിയം വനിതാ സമാജം 2026 കേന്ദ്ര പരീക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ക്രമീകരിച്ച് കിട്ടിയിരിക്കുന്ന റിപ്പന്റ് ടേൺ ടു ഗോഡ്, അനുദപിക്കുക, ദൈവത്തിങ്കിലേക്ക് തിരിയുക എന്നുള്ള പുസ്തകത്തിന്റെ 1ാമത്തെ ചാപ്റ്റർ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. ആ ചാപ്റ്ററിനോട് ചേർന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നത്. 1ാമത്തെ അധ്യായത്തിന്റെ ഉള്ളടക്കം എന്തൊക്കെയായിരുന്നു എന്ന് നമ്മൾ ഒന്നുകൂടൊന്ന് നമുക്ക് റിവൈസ് ചെയ്യാം. ആദ്യം എന്തൊക്കെയായിരുന്നു? സാംസ് ആൻഡ് പെനിറ്റൻഷ്യൽ സാംസ്, സങ്കീർത്തനങ്ങളെ പറ്റിയും അതോടൊപ്പം അനുതാപ സങ്കീർത്തനങ്ങളെ പറ്റിയും നമ്മൾ 3 ഡെഫിനിഷൻസ് ആയിട്ടും അതിനോട് ചേർന്ന് അനുതാപ സങ്കീർത്തനങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷനും കൂടെയാണ് നമ്മൾ ആദ്യ ഭാഗത്ത് പറഞ്ഞത്. എന്തൊക്കെയാണ് നമ്മൾ 3 ഡെഫിനിഷൻസ് പറഞ്ഞത്? സങ്കീർത്തനങ്ങൾ മനുഷ്യഹൃദയത്തിന്റെ ദൈവത്തോടുള്ള തുറന്ന സംഭാഷണങ്ങളാണ്. ദി സാംസ് are the direct conversation of the human heart with God. രണ്ടാമത് നമ്മൾ പറഞ്ഞത് വിശുദ്ധ വേദപുസ്തകത്തിലെ സങ്കീർത്തനങ്ങൾ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഏറ്റവും ആത്മീയവും സജീവവുമായിട്ടുള്ള സംവാദങ്ങളുടെ സമാഹാരമാണ്. The book of Psalms in the Holy Bible is the collection of most spiritual and living dialogues between man and God. മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞ ഡെഫിനിഷൻ, വിശുദ്ധ വേദപുസ്തകത്തിലെ സങ്കീർത്തന പുസ്തകം മനുഷ്യ ഹൃദയത്തിന്റെ എല്ലാ വികാരങ്ങളെയും ദൈവസന്നിധിയിൽ തുറന്നു വെക്കുന്ന ഒരു ആത്മീയ ഡയറിയാണ്. The book of Psalms in the Holy Bible is a spiritual diary that lays bare all the emotions of the human heart before God. ഇങ്ങനെ 3 ഡെഫിനിഷനും അതിനോട് ചേർന്ന് അനുതാപ സങ്കീർത്തനങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷനും കൂടെയാണ് നമ്മൾ പറഞ്ഞത്. രണ്ടാമത് നമ്മൾ ആ ഒരു ഭാഗത്താണ് ഇച്ചിരി ഒന്ന് കട്ടിയായിട്ടുള്ളതും ഇച്ചിരി കൂടുതലായിട്ടുള്ളതും. അതിനുശേഷം നമ്മൾ ഈ റിപ്പൻറ്റൻസ് എന്ന് പറയുന്ന പദത്തെ പറ്റി പഠിച്ച ഭാഗമൊക്കെ തന്നെ എളുപ്പമായിരുന്നു അല്ലെ? എന്തൊക്കെയാണ്? എബ്രായ ഭാഷയിൽ 2 വാക്കുകളാണ് പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഷൂബ് എന്നുള്ളതും നാഖം എന്നുള്ളതും. മടങ്ങി വരിക, തിരിഞ്ഞു വരിക എന്നൊക്കെയുള്ള അർത്ഥം തന്നെയാണ് രണ്ടിനും ഉള്ളത്. നാഖം എന്നുള്ളത് ഖേദിക്കുക, ദുഃഖിക്കുക എന്നുള്ള ഒരു അർത്ഥമാണ്. ഇനി അത് സുറിയാനി ഭാഷയിലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞു ത്യോബൂസോ അല്ലെങ്കിൽ തൈബൂസോ എന്നുള്ളൊരു വാക്കാണ്. ത്യോബൂസോ എന്നുള്ള വാക്കാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനിയും ഗ്രീക്കിലേക്ക് വരുമ്പോൾ മെറ്റനോയ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു. ആ ഭാഗം നമ്മൾ വളരെ ഈസി ആയിട്ട് തന്നെ പറഞ്ഞു. ഇനിയും അടുത്ത ഭാഗം ചർച്ച് ഫാദേഴ്സ് അബൌട്ട് റിപ്പൻറ്റൻസ്, അനുതാപത്തെ പറ്റിയും അനുതാപ സങ്കീർത്തനങ്ങളെ പറ്റിയും സഭാപിതാക്കന്മാരുടെ കൊട്ടേഷൻസ് ആണ് അവിടെ നമ്മൾ പറഞ്ഞത്. എന്തൊക്കെയാണ് നമ്മളവിടെ പറഞ്ഞത്? ഒന്ന്, സ്വർണ്ണനാവുകാരനായ മാർ ഇവാനിയോസ് എന്ന് പറഞ്ഞ് നമ്മൾ സെയിന്റ് ജോൺ ക്രിസോസ്റ്റം, അനുതാപം പാപിക്ക് ശിക്ഷയല്ല, അത് പാപിക്കുള്ള രക്ഷയുടെ വാതിലാണ്, അത് വീണവനെ നശിപ്പിക്കുന്നില്ല, മറിച്ച് അവനെ വീണ്ടും ഉയർത്തുന്നു എന്നുള്ള ഒരു കൊട്ടേഷൻ പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞത് സഭാപിതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അനുതാപം ദൈവത്തിന്റെ നീതിയെ മറികടക്കുന്നില്ല, മറിച്ച് ദൈവത്തിന്റെ കരുണയുടെ ആഴം വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമ്മൾ രണ്ടാമത് പറഞ്ഞത്. മൂന്നാമത് വിശുദ്ധ അഗസ്തീനോസ് തന്റെ എന്നറേഷൻസ് ഇൻ സാമോസ് എന്ന് പറയുന്ന കൃതിയിൽ സങ്കീർത്തനങ്ങൾ ദാവീദിന്റെ മാത്രം ശബ്ദമല്ല, അവ സഭയുടെ ശബ്ദമാണ്, പാപം തിരിച്ചറിഞ്ഞ എല്ലാ ആത്മാക്കളുടെയും നിലവിളിയാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ആ സഭാപിതാക്കന്മാരുടെ കാഴ്ചപ്പാടുകളെ പറ്റി നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ ദ ലിസ്റ്റ് ഓഫ് പെനിറ്റൻഷ്യൽ സാംസ്, അനുതാപ സങ്കീർത്തനങ്ങളുടെ പട്ടിക, അത് നമ്മൾ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പട്ടികയും അതിനുശേഷം പാമ്പാക്കുട നമസ്കാരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന നമ്പേഴ്സും, ഇംഗ്ലീഷ് RSV ബൈബിൾ, അതിനകത്തിൽ RSV ബൈബിളിലും ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിളിലും ഒക്കെ ഉള്ളതായിട്ടുള്ള നമ്പേഴ്സിനെ പറ്റിയൊക്കെ നമ്മൾ ആ ഭാഗത്ത് കണ്ടു. അതിന്റെ വ്യത്യാസങ്ങൾ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ അതിനോട് ചേർന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം നമ്മൾ കണ്ടത് തിയോളജിക്കൽ സ്ട്രക്ചർ ഓഫ് പെനിറ്റൻഷ്യൽ സാംസ്, അതായത് അനുതാപ സങ്കീർത്തനങ്ങളുടെ ദൈവശാസ്ത്ര ഘടന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ അത് ഓർത്ത് എഴുതി പഠിക്കണം എന്ന് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. ഒന്നാമതായിട്ട് കൺഫെഷൻ അല്ലെങ്കിൽ കുമ്പസാരം, ഏറ്റുപറച്ചിൽ എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ സഫറിങ്, ആത്മീകവും ശാരീരികവുമായ വേദന. മൂന്നാമതായിട്ട് ദൈവകരുണയിലേക്കുള്ള അഭയം, റെഫ്യൂജ് ഇൻ ദ മേഴ്സി ഓഫ് ഗോഡ്. നാലാമതായിട്ട് പുതിയ സൃഷ്ടിയാകുന്ന പ്രത്യാശ, ദി ഹോപ്പ് ഓഫ് ബിക്കമിങ് എ ന്യൂ ക്രിയേഷൻ. അതിനൊരു ഇൻട്രൊഡക്ഷൻ ലൈനും അതുപോലെ തന്നെ ഒരു എക്സാമ്പിൾ സാമും അതോടൊപ്പം ഒരു കൊട്ടേഷനും കൂടി ചേർത്തെഴുതാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് നമ്മൾ അവിടെ പറഞ്ഞത്. ഇനി അതിനുശേഷം സ്പിരിച്വൽ ഇന്റർപ്രിട്ടേഷൻസ്, ആധ്യാത്മിക
ആത്മിക വ്യാഖ്യാനങ്ങൾ എന്നുള്ള ഭാഗത്ത് ഓൾഡ് ടെസ്റ്റ്മെന്റ് വ്യൂ ഓൺ റിപ്പൻറ്റൻസും അതുപോലെ ന്യൂ ടെസ്റ്റ്മെന്റ് വ്യൂ ഓൺ റിപ്പൻറ്റൻസ് എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം റിപ്പൻറ്റൻസ് ഇൻ ക്രിസ്ത്യൻ ലൈഫ്, ക്രിസ്തീയ ജീവിതത്തിൽ അനുതാപം എന്നുള്ളത് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആയിരിക്കണം എന്നുള്ളത് പറഞ്ഞു. അവസാന ഭാഗം കാലിക പ്രസക്തി എന്നുള്ളിടത്ത് അനുതാപ സങ്കീർത്തനങ്ങൾക്ക് വീണ്ടും ഒരു 4 ഡെഫിനിഷൻസോടെയാണ് നമ്മൾ ഇന്നലത്തെ ക്ലാസ് നിർത്തിയത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒന്നാമത്തെ അധ്യായത്തിൽ മാത്രം പഠിച്ചത്. ഈ ഒരു ചാപ്റ്റർ കണ്ടിട്ട് ആരും അങ്ങനെ ഭയപ്പെടുകയും ടെൻഷൻ ആവുകയോ ഒന്നും വേണ്ട. നമുക്ക് പഠിക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. ഈ ചാപ്റ്ററാണ് ഇപ്പം ഏറ്റവും വലിയൊരു ചാപ്റ്റർ. അപ്പം അതുകൊണ്ട് തന്നെ ഇത് പതുക്കെ എഴുതി മനസ്സിലാക്കി സമയമെടുത്ത് പഠിച്ചാൽ മതി. ഇന്നത്തെ ക്ലാസ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കൂടുതലും ചോദിക്കാവുന്ന ചോദ്യങ്ങളുടെ ഒക്കെ ഒരു കളക്ഷനാണ്. ഒന്നാമതായിട്ട് വാട്ട് ആർ സാംസ് ആൻഡ് വിച്ച് ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സാംസ്? എന്താണ് സങ്കീർത്തനങ്ങൾ? സങ്കീർത്തനങ്ങളുടെ വിവിധ തരങ്ങൾ ഏതെല്ലാം? നമ്മുടെ ആദ്യത്തെ ഒരു പാരഗ്രാഫിൽ പറയുന്നത് മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സങ്കീർത്തനങ്ങൾ മനുഷ്യഹൃദയത്തിന്റെ ദൈവത്തോടുള്ള തുറന്ന സംഭാഷണങ്ങളാണ്. ദി സാംസ് ആർ ദി ഡയറക്റ്റ് കോൺവെർസേഷൻ ഓഫ് ദി ഹ്യൂമൻ ഹാർട്ട് വിത്ത് ഗോഡ്. അതിൽ തന്നെ പിന്നെ പല വിവിധ തരങ്ങളായിട്ട് നമ്മൾ പറഞ്ഞത് ഏതൊക്കെയാണ്? സ്തോത്ര സങ്കീർത്തനങ്ങളുണ്ട്, അതുപോലെ രാജകീയ സങ്കീർത്തനങ്ങളുണ്ട്, നന്ദി സങ്കീർത്തനങ്ങളുണ്ട്, പിന്നെ അപേക്ഷകളായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അതിൽ ചില സങ്കീർത്തനങ്ങൾ മനുഷ്യന്റെ വേദനയും പാപബോധവും തകർച്ചയും ദൈവസന്നിധിയിൽ തുറന്നു വെക്കുന്ന അനുതാപ സങ്കീർത്തനങ്ങളാകുന്നു എന്ന് വരെ പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. ഒക്കെ ചേർത്ത് എഴുതിയാൽ മതി. ഇനി വാട്ട് ഇസ് ദ കോമൺ ഹെഡിങ് ഗിവൻ ഫോർ ദ സാംസ്? സങ്കീർത്തനങ്ങൾക്ക് നൽകിയിരിക്കുന്ന പൊതുവായ തലക്കെട്ട് എന്താണ്? സ്തുതിഗീതങ്ങൾ അഥവാ സ്തോത്രഗാനങ്ങൾ എന്നർത്ഥമുള്ള തെഹില്ല എന്നുള്ള എബ്രായ പദമാണ്. ദ ബുക്ക് ഓഫ് പ്രൈസസ് ഓർ ഹിംസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നർത്ഥമുള്ള ഹീബ്രു വേർഡ് തെഹില്ലിം എന്നുള്ളതാണ്. അത് തന്നെയാണ് അടുത്ത ചോദ്യം. ദി വേർഡ് തെഹില്ലിം മീൻ, തെഹില്ല എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? ദ ബുക്ക് ഓഫ് പ്രൈസസ് ഓർ ഹിംസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, സ്തുതിഗീതങ്ങൾ അഥവാ സ്തോത്രഗാനങ്ങൾ എന്നുള്ളതാണ്. അടുത്തത്, ദ ബുക്ക് ഓഫ് സാംസ് ഇൻ ദി ഹോളി ബൈബിൾ ഇസ് കളക്ഷൻ ഓഫ് ദി ഡാഷ് ആൻഡ് ഡാഷ് ഡയലോഗ്സ് ബിറ്റ്വീൻ ഡാഷ് ആൻഡ് ഡാഷ്. എന്താണ്? The books of Psalms in the Holy Bible is the collection of the most spiritual and living dialogues between man and God. വിശുദ്ധ വേദപുസ്തകത്തിലെ സങ്കീർത്തനങ്ങൾ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഏറ്റവും ആത്മീയവും സജീവവുമായ സംവാദങ്ങളുടെ അല്ലെങ്കിൽ സംഭാഷണങ്ങളുടെ സമാഹാരമാണ്. ഇനിയും അഞ്ചാമതായിട്ട്, ഹൗ വാസ് റിപ്പൻറ്റൻസ് എക്സിബിറ്റഡ് ഇൻ സാംസ്? സങ്കീർത്തനങ്ങളിൽ അനുതാപം എങ്ങനെയാണ് പ്രകടമാകുന്നത്? നമ്മൾ ഈ രണ്ടാമത്തെ പാരഗ്രാഫ് തന്നെ ഒന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യന്റെ ആത്മാവിൽ ഉദിക്കുന്ന എല്ലാ അനുഭവങ്ങളെയും ദൈവസന്നിധിയിൽ കൊണ്ടുവരുന്ന സങ്കീർത്തനങ്ങളിൽ അനുതാപം എന്ന ആത്മീയ അവസ്ഥയ്ക്ക് അതീവ പ്രാധാന്യമുണ്ട്. സങ്കീർത്തനങ്ങളിൽ പ്രകടമാകുന്ന അനുതാപം വെറും പാപബോധമോ മാനസിക കുറ്റബോധമോ അല്ല, മറിച്ച് മനുഷ്യന്റെ മുഴുവൻ വ്യക്തിത്വത്തെയും ദൈവത്തിലേക്ക് തിരിച്ചുവിടുന്ന ഒരു ആത്മപരിവർത്തന പ്രക്രിയയാണ്. അത്ര എഴുതണം. എന്തൊക്കെയാണ്? ഇൻ സാംസ് ദ സ്പിരിച്വൽ സ്റ്റേറ്റ് ഓഫ് റിപ്പൻറ്റൻസ് ഹോൾഡ്സ് ഗ്രേറ്റ് സിഗ്നിഫിക്കൻസ്. The repentance that is exhibited in the Psalms is not just an awareness of sinfulness or a mental attitude of guilt. On the contrary, it is a process of spiritual transformation that turns a man's entire personality towards God. ഇതാണ് സങ്കീർത്തനങ്ങളിൽ നമുക്ക് പ്രകടമായിരിക്കുന്ന അനുതാപം എന്ന് പറയുന്നത്. ഇനി what are strongly revealed in the penitential psalms acknowledged by church? സഭ അംഗീകരിച്ചിട്ടുള്ള അനുതാപ സങ്കീർത്തനങ്ങളിൽ എന്താണ് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ശക്തമായി വെളിപ്പെടുത്തുന്നു? എന്തൊക്കെ കാര്യങ്ങളാണ്? മനുഷ്യന്റെ വീഴ്ചയും ദൈവത്തിന്റെ കരുണയും തമ്മിലുള്ള ബന്ധത്തെ ശക്തമായി വെളിപ്പെടുത്തുന്നു. They strongly reveal their relationship between man's fall and God's mercy. അതോടൊപ്പം ഈ സങ്കീർത്തനങ്ങൾ പ്രാർത്ഥന മാത്രമല്ല, മറിച്ച് സഭാപിതാക്കന്മാർ അവയെ ആത്മീയ ചികിത്സയുടെ കീർത്തനങ്ങളായിട്ട് കാണുന്നു. ദി ചർച്ച് ഫാദേഴ്സ് കൺസിഡർ ദീസ് പെനിറ്റൻഷ്യൽ സാംസ് ആസ് ഹിംസ് ഓഫ് സ്പിരിച്വൽ തെറാപ്പി. അപ്പം ഇത് മാത്രം വിചാരിച്ചാൽ മതി. എന്താണ് ശക്തമായി വെളിപ്പെടുത്തുന്നത്? മനുഷ്യന്റെ വീഴ്ചയും ദൈവത്തിന്റെ കരുണയും തമ്മിലുള്ള
ബന്ധത്തെ ശക്തമായി വെളിപ്പെടുത്തുന്നു എന്നുള്ളത് പറഞ്ഞാൽ മതി. ഇനി വൈ ആർ ദി സോങ്സ് ഓഫ് പെനിറ്റൻസ് കോൾഡ് ദ പൾസ് ഓഫ് ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി? എന്തുകൊണ്ടാണ് അനുതാപ ഗീതങ്ങളെ ക്രൈസ്തവ ആത്മീയതയുടെ ഹൃദയസ്പന്ദനം എന്ന് വിളിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ സങ്കീർത്തനങ്ങൾ, അനുതാപ സങ്കീർത്തനങ്ങൾ എന്നുള്ളത് അത് പ്രാർത്ഥന മാത്രമല്ല, മറിച്ച് സഭാപിതാക്കന്മാർ അവയെ ആത്മീയ ചികിത്സയുടെ കീർത്തനങ്ങളായിട്ടാണ് കാണുന്നത്. ദി ചർച്ച് ഫാദേഴ്സ് കൺസിഡർ ദീസ് പെനിറ്റൻഷ്യൽ സാംസ് ആസ് ഹിംസ് ഓഫ് സ്പിരിച്വൽ തെറാപ്പി. അതുകൊണ്ട് തന്നെയാണ് അനുതാപ കീർത്തനങ്ങളെ ക്രിസ്തീയ ആധ്യാത്മികതയുടെ ഹൃദയസ്പന്ദനങ്ങളായിട്ട് കാണുന്നത്. ഫോർ ദിസ് വെരി റീസൺ ദി സോങ്സ് ഓഫ് പെനിറ്റൻസ് ആർ ദി പൾസ് ഓഫ് ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി. ഇനി why are psalms considered as a spiritual diary? How to define penitential psalms based on this? എന്തുകൊണ്ടാണ് സങ്കീർത്തനങ്ങളെ ഒരു ആത്മീയ ഡയറിയായി കണക്കാക്കുന്നത്? ഇതിന്റെ അടിസ്ഥാനത്തിൽ അനുതാപ സങ്കീർത്തനങ്ങളെ എങ്ങനെ നിർവചിക്കാം? വിശുദ്ധ വേദപുസ്തകത്തിലെ സങ്കീർത്തന പുസ്തകം മനുഷ്യ ഹൃദയത്തിന്റെ എല്ലാ വികാരങ്ങളെയും ദൈവസന്നിധിയിൽ തുറന്നു വെക്കുന്ന ഒരു ആത്മീയ ഡയറിയാണ്. സന്തോഷവും വേദനയും വിജയവും പരാജയവും വിശ്വാസവും സംശയവും അനുതാപവും പ്രത്യാശയും തുടങ്ങി എല്ലാ മാനുഷിക അനുഭവങ്ങളും വികാരങ്ങളും സങ്കീർത്തനങ്ങളിലൂടെ ദൈവസന്നിധിയിൽ അവതരിപ്പിക്കപ്പെടുന്നു. ഇവയിൽ അനുതാപ സങ്കീർത്തനങ്ങൾ മനുഷ്യൻ തന്റെ പാപാവസ്ഥ തിരിച്ചറിഞ്ഞ് ദൈവകൃപയിൽ ആശ്രയിച്ച് നിലവിളിക്കുന്ന പ്രാർത്ഥനകളാണ്. ഇത്ര എഴുതണം കേട്ടോ. ദി പെനിറ്റൻഷ്യൽ സാംസ് ആർ പ്രേയേഴ്സ് ഇൻ വിച്ച് man, recognizing his own state of sinfulness, cries out before the Lord, relying entirely on the grace of God. അത്രയും ഓക്കെ ആണല്ലോ. നമ്മൾ മൂന്നാമത് പറഞ്ഞ ഡെഫിനിഷനും അതിനോട് ചേർന്നിട്ടുള്ള അനുതാപ സങ്കീർത്തനങ്ങളെ പറ്റിയുള്ള ഒരു ഡെഫിനിഷനും കൂടെയാണ് നമുക്ക് ആ ക്വസ്റ്റ്യനിൽ എഴുതേണ്ടത്. ഇനി ഹൗ മെനി സാംസ് ആർ റെക്കഗ്നൈസ്ഡ് ആസ് പെനിറ്റൻഷ്യൽ സാംസ് ബൈ ചർച്ച്? എത്ര സങ്കീർത്തനങ്ങളെയാണ് നമ്മുടെ സഭ അംഗീകരിച്ചിരിക്കുന്നത്? 7 സങ്കീർത്തനങ്ങളെയാണ് അനുതാപ സങ്കീർത്തനങ്ങളായിട്ട് അംഗീകരിച്ചിരിക്കുന്നത്. എക്സ്പ്ലെയിൻ അബൌട്ട് സാംസ് ആൻഡ് പെനിറ്റൻഷ്യൽ സാംസ്. സങ്കീർത്തനങ്ങളെ കുറിച്ചും അനുതാപ സങ്കീർത്തനങ്ങളെ കുറിച്ചും വിവരിക്കുക, വിശദീകരിക്കുക എന്നൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ 3 ഡെഫിനിഷനും അതിനോട് ചേർന്നിട്ടുള്ള അനുതാപ സങ്കീർത്തനങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളും കൂടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയാൽ മതി. ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്ത ഭാഗം നോക്കാം. വാട്ട് ആർ ഹീബ്രു വേർഡ്സ് ഫോർ റിപ്പൻറ്റൻസ്? മാനസാന്തരത്തെ അല്ലെങ്കിൽ അനുതാപത്തെ സൂചിപ്പിക്കുന്ന എബ്രായ പദങ്ങൾ ഏതൊക്കെയാണ്? ഷൂബ് എന്നുള്ളതും നാഖം എന്നുള്ളതുമാണ്. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് വേർഡ് ഷൂബ് ഇംപ്ലൈ? ഷൂബ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മടങ്ങി വരിക, തിരിഞ്ഞു വരിക. ടു ടേൺ ബാക്ക്, ടു റിട്ടേൺ. അതിനെ കോണ്ടെക്സ്ച്വലി എന്താണ്? ദൈവത്തിങ്കലേക്ക് മടങ്ങി വരിക അല്ലെങ്കിൽ പാപത്തിൽ നിന്ന് തിരിഞ്ഞു വരിക. റിട്ടേണിംഗ് ടു ഗോഡ് ഓർ ടേണിംഗ് ബാക്ക് ഫ്രം സിൻ എന്നുള്ളതാണ്. വാട്ട് ഡസ് ദ മീനിങ് ഓഫ് വേർഡ് നാഖം ഇംപ്ലൈ? നാഖം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഖേദിക്കുക, റിഗ്രറ്റ്, ദുഃഖിക്കുക, മനസ്സലിയുക എന്നൊക്കെയുള്ളതാണ്. ഫീലിംഗ് ഓഫ് സോറോ എന്നൊക്കെയുള്ളതാണ്. അതിനെ കോണ്ടെക്സ്ച്വലി മനസ്സിന്റെ മാറ്റം, ഹൃദയ പരിവർത്തനം, ആത്മീയ നവീകരണം എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇനിയും ത്യോബൂസോ എന്നുള്ള വാക്കിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞു, തെറ്റിൽ നിന്ന് തിരിഞ്ഞു വരിക, പാപത്തിൽ നിന്ന് എഴുന്നേൽക്കുക എന്നൊക്കെയാണ്. ടേണിംഗ് ബാക്ക് ഫ്രം എറർ, റൈസിംഗ് അപ്പ് ഫ്രം സിൻ എന്നൊക്കെയുള്ളൊരു അർത്ഥമാണ്. വാട്ട് ഈസ് എ ഗ്രീക്ക് വേർഡ് ഓഫ് റിപ്പൻറ്റൻസ്? അനുതാപത്തെ സൂചിപ്പിക്കുന്ന ഗ്രീക്ക് വാക്ക് ഏതാണ്? മെറ്റനോയിയ എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം മനസ്സിന്റെ മാറ്റം, ജീവിത ദിശയുടെ പരിവർത്തനം എന്നൊക്കെയുള്ളതാണ്. ഓക്കെ ആണല്ലോ. ഇനിയും അടുത്തത്, repentance is not just fleeing away from sin, it is also dash. എന്താണ്? അനുതാപം പാപത്തിൽ നിന്നുള്ള തിരിഞ്ഞോടൽ മാത്രമല്ല, മറിച്ച് ദൈവത്തിങ്കലേക്കുള്ള മടങ്ങി വരവാണ്. ഇറ്റ് ഇസ് ഓൾസോ റിട്ടേൺ ടു ഗോഡ്. അപ്പം പാപത്തിൽ നിന്ന് ഓടിപ്പോവുക, തിരിഞ്ഞോടിപ്പോവുക എന്ന് മാത്രമല്ല, ദൈവത്തിങ്കിലേക്കുള്ള തിരിച്ചുവരവും കൂടെയാണ് എന്നുള്ളതാണ്. വാട്ട് ഇസ് സെയിന്റ് ജോൺ ക്രിസോസ്റ്റംസ് ടീച്ചിങ് അബൌട്ട് റിപ്പൻറ്റൻസ്? അനുതാപത്തെ പറ്റി സ്വർണ്ണനാവുകാരനായ മാർ ഇവാനിയോസ് നൽകുന്ന പ്രബോധനം എന്താണ്? അനുതാപം പാപിക്ക് ശിക്ഷയല്ല, അത് പാപിക്കുള്ള രക്ഷയുടെ വാതിലാണ്. അത് വീണവനെ നശിപ്പിക്കുന്നില്ല, മറിച്ച് അവനെ വീണ്ടും ഉയർത്തുന്നു. St. John Chrysostom teaches us that repentance is not the punishment for a sinner. It is the door to his salvation. It does not destroy the one who is fallen. Instead, it lifts him up again. ഇനി
According to church fathers, repentance does not overcome the dash, but it reveals, ഡാഷ് എന്നുള്ളതാണ്. സഭാപിതാക്കന്മാരുടെ അഭിപ്രായത്തിൽ മാനസാന്തരം ഡാഷ് മറികടക്കുകയില്ല. എന്താണ് പറയുന്നത്? സഭാപിതാക്കന്മാരുടെ അഭിപ്രായത്തിൽ അനുതാപം ദൈവത്തിന്റെ നീതിയെ മറികടക്കുന്നില്ല, മറിച്ച് ദൈവകരുണയുടെ ആഴം വെളിപ്പെടുത്തുന്നു. ഡിപ്പെൻഡൻസ് ഡസ് നോട്ട് ഓവർകം the justice of God. Instead, it reveals the depth of God's mercy എന്നുള്ളതാണ്. ഇനി what does Saint Augustine expresses about penitential psalms in narrations in Samos. Narrations in Samos എന്ന കൃതിയിൽ അനുതാപ സങ്കീർത്തനങ്ങളെ കുറിച്ച് വിശുദ്ധ അഗസ്റ്റിൻ എന്താണ് പറയുന്നത്? അഗസ്തീനോസ് എന്താണ് പറയുന്നത്? ഈ സങ്കീർത്തനങ്ങൾ ദാവീദിന്റെ മാത്രം ശബ്ദമല്ല, അവ സഭയുടെ ശബ്ദമാണ്. പാപം തിരിച്ചറിഞ്ഞ എല്ലാ ആത്മാക്കളുടെയും നിലവിളിയാണ്. These psalms are not just the voice of David, it is the voice of the church, the groan of all the souls that have recognized their sinfulness എന്നുള്ളതാണ്. ഇനി 20ാമത്, വാട്ട് ആർ ദി ഒപ്പീനിയൻസ് അബൌട്ട് ചർച്ച് ഫാദേഴ്സ് അബൌട്ട് റിപ്പറ്റൻസ് ആൻഡ് പെനിറ്റൻഷ്യൽ സാംസ്? അനുതാപത്തെ പറ്റിയും അനുതാപ സങ്കീർത്തനങ്ങളെ കുറിച്ചും സഭാപിതാക്കന്മാർക്കുള്ള അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഈ പറഞ്ഞ 3 പോയിന്റുകളും എഴുതണം. ഒന്ന്, സ്വർണ്ണ നാവുകാരനായ മാർ ഇവാനിയോസ് എന്ത് പറയുന്നു? സെയിന്റ് ജോൺസ് ക്രിസോസ്റ്റംസ് ടീച്ചിങ് അബൌട്ട് റിപ്പൻഡൻസ്. 2, ദൈവ നീതിയെ മറികടക്കുന്നില്ല എന്നുള്ള, ദൈവത്തിന്റെ നീതിയെ മറികടക്കുന്നില്ല സഭാപിതാക്കന്മാരുടെ അഭിപ്രായത്തിൽ അനുതാപം എന്നുള്ളത് ദൈവത്തിന്റെ നീതിയെ മറികടക്കുന്നില്ല, മറിച്ച് ദൈവത്തിന്റെ കരുണയുടെ ആഴം നമുക്ക് കാണിച്ചു തരുന്നു എന്നുള്ള പോയിന്റ് എഴുതണം. പിന്നെ അഗസ്തീനോസിൻ്റെതായിട്ടുള്ള വിശുദ്ധ അഗസ്തീനോസിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിനെ പറ്റിയൊക്കെ നമുക്ക് അവിടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കണം. അടുത്തത്, റൈറ്റ് ദ ലിസ്റ്റ് ഓഫ് പെനിറ്റൻഷ്യൽ സാംസ് റെക്കഗ്നൈസ്ഡ് ബൈ മലങ്കര ഓർത്തഡോക്സ് ചർച്ച്. മലങ്കര ഓർത്തഡോക്സ് സഭ അംഗീകരിക്കുന്ന അനുതാപ സങ്കീർത്തനങ്ങളുടെ പട്ടിക എഴുതുക. നമ്മൾ ആ നമ്പേഴ്സ് ഒക്കെ പഠിച്ചതാണല്ലോ. 6, 32, 38, 51, 102, 130, 143. അത് പാമ്പാക്കുട നമസ്കാരത്തിലേക്ക് വരുമ്പോൾ അവസാനത്തെ 2 നമ്പേഴ്സ് 129, 142 ആവുന്നു. ഇംഗ്ലീഷ് ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിളിലേക്ക് വരുമ്പം 31 തൊട്ടിട്ട് ഒരു നമ്പർ നമ്മൾ കുറച്ച് കൊണ്ടുവരണം. 6, 31, 37, 50, 101, 129, 142 എന്നുള്ളതാണ്. ഇനിയും RSV ബൈബിളിലേക്ക് വരുമ്പോൾ എഗെയിൻ നമ്മുടെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സെയിം നമ്പേഴ്സ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ആദ്യത്തെ 4 ക്വസ്റ്റ്യൻസും 21 to 24 ഈ നമ്പേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇനിയും 25ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് പെനിറ്റൻഷ്യൽ സാംസ്. അനുതാപ സങ്കീർത്തനങ്ങളുടെ ഘടന, ദൈവശാസ്ത്ര ഘടന എന്നുള്ളതാണ്. എന്താണ് the theological structure of penitential psalms? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരുന്ന് ദയവേത് ഈ ക്വസ്റ്റ്യൻ പഠിക്കണം. 1, ഏറ്റുപറച്ചിൽ, കുംഭസാരം എന്നുള്ളതാണ്. അവിടെ എന്തൊക്കെ എഴുതണം? അനുതാപ സങ്കീർത്തനങ്ങളുടെ ആദ്യഘട്ടം പാപത്തിന്റെ സത്യസന്ധമായ ഏറ്റുപറച്ചിലാണ്. The first stage of penitential psalms is the sincere confession of sin. ഇനിയും അവിടെ എക്സാമ്പിൾ ആയിട്ട് 51ാം സങ്കീർത്തനം 3ാം വാക്യമാണ് പറയേണ്ടത്. എന്നാൽ എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു, എൻ്റെ പാപങ്ങളും എപ്പോഴും എൻ്റെ നേരെ ഇരിക്കുന്നു എന്നുള്ളത് പറയണം. അവിടുത്തെ കൊട്ടേഷൻ ഏതാണ്? സഭാപിതാവായ വലിയ മാർ ബസേലിയോസ് ഇപ്രകാരം പറയുന്നു: സെന്റ് ബേസിൽ ദ ഗ്രേറ്റ്. ദൈവം പാപം അറിയാത്തവനെ അന്വേഷിക്കുന്നില്ല, പാപം സമ്മതിക്കുന്നവനെയാണ് അന്വേഷിക്കുന്നത്. അത് ഓർത്തിരിക്കാൻ എളുപ്പമാണല്ലോ. കുംഭസാരത്തെ പറ്റി അല്ലെങ്കിൽ പാപം ഏറ്റുപറച്ചിലിനെ പറ്റി ഉള്ള ഒരു ലൈൻ തന്നെയാണ്. ദൈവം പാപം അറിയാത്തവനെ അല്ല അന്വേഷിക്കുന്നത്, മറിച്ച് ആരെയാണ്? പാപം സമ്മതിക്കുന്നവനെയാണ് അന്വേഷിക്കുന്നത്. God does not seek the one who does not know his sin, he seeks the one who confesses his sin. അതിനോടൊപ്പം ചേർന്ന് എഴുതേണ്ട 2 പോയിന്റ്സ് ആണ്. ദൈവസന്നിധിയിൽ സ്വയം ന്യായീകരിക്കുന്നത് രക്ഷയ്ക്ക് തടസ്സമാകുന്നു, എന്നാൽ സത്യസന്ധമായിട്ട് നമ്മൾ പാപസമ്മതം നടത്തുമ്പോൾ കൃപയുടെ വാതിൽ തുറക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ഫസ്റ്റ് പോയിന്റിൽ എഴുതണം. 2ാമത്തെ പോയിന്റിൽ എന്താണ്? ഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ സഫറിങ്, ശാരീരികവും ആത്മീകവുമായിട്ടുള്ള വേദനയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. അവിടെ എന്താണ് നമ്മൾ പറഞ്ഞത്? ഒരു മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ അവൻ്റെ ആത്മാവിനെ മാത്രമല്ല അത് ശരീരത്തെയും ബാധിക്കുന്നു എന്നെഴുതണം. അതിനുശേഷം ഉദാഹരണമായിട്ട് 38ാം സങ്കീർത്തനത്തിൽ നമുക്കതിനെപ്പറ്റി കാണാൻ സാധിക്കും. എൻ്റെ അസ്ഥികളിൽ ആരോഗ്യമില്ല, എൻ്റെ പാപം കാരണം എനിക്ക് സമാധാനമില്ല, അങ്ങനെ എഴുതണം. അതിനകത്ത് വരുന്ന കൊട്ടേഷൻ എന്താണ്? എഗെയിൻ അതും ശരീരവുമായിട്ട് ബന്ധപ്പെട്ട്, പാപവും ശരീരവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ഓർക്കണം. ആരാണ് പറയുന്നത്? നാസിയാൻസിലെ മാർ ഗ്രിഗോറിയോസ്. ആദ്യത്തേത് ആരായിരുന്നു പറഞ്ഞത്?
സെയിന്റ് ബേസിൽ ദ ഗ്രേറ്റ് ആയിരുന്നു അല്ലെ, സഭാപിതാവായ വലിയ മാർ ബസേലിയോസ് ആയിരുന്നു. രണ്ടാമത്തേത് ആരാണ് പറയുന്നത്? നാസിയാൻസിലെ മാർ ഗ്രിഗോറിയോസ്. എന്താണ് പറയുന്നത്? പാപം ആത്മാവിനെ രോഗിയാക്കുമ്പോൾ ശരീരം അതിന്റെ ഭാഷ സംസാരിക്കുവാൻ തുടങ്ങും. When sin makes the soul sick, the body will begin to speak its language. ഇത് എന്ത് കാണിച്ചു തരുന്നു എന്നും കൂടെ നമ്മൾ പറഞ്ഞു. സഭാപിതാക്കന്മാരുടെ സമഗ്ര മനുഷ്യ ദർശനം വ്യക്തമാക്കുന്നു. This expresses the holistic anthropology of the church fathers. ഏത് വാക്യമാണ് സഭാപിതാക്കന്മാരുടെ സമഗ്ര മനുഷ്യ ദർശനം വ്യക്തമാക്കുന്നത്? ഏതാണ്? നാസിയാൻസിലെ മാർ ഗ്രിഗോറിയോസ് ഇപ്രകാരം പറയുന്നു: പാപം ആത്മാവിനെ രോഗിയാക്കുമ്പോൾ ശരീരം അതിന്റെ ഭാഷ സംസാരിക്കാൻ തുടങ്ങും എന്നുള്ള വാക്യമാണ് സഭാപിതാക്കന്മാരുടെ സമഗ്ര മനുഷ്യ ദർശനം വ്യക്തമാക്കുന്നത്. എന്താണ് സമഗ്ര മനുഷ്യ ദർശനം എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ദൈവകരുണയിലേക്കുള്ള അഭയം. അപ്പം പാപം ഏറ്റു പറഞ്ഞു, ശരീരത്തിനുമുള്ള പ്രശ്നങ്ങളെ പറ്റി പറഞ്ഞു. മൂന്നാമതായിട്ട് എന്താണ്? ദൈവകരുണയിലേക്കുള്ള അഭയം, റെഫ്യൂജ് ഇൻ ദ മേഴ്സി ഓഫ് ഗോഡ്. അവിടെ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? അനുതാപ സങ്കീർത്തനങ്ങൾ ഒരിക്കലും നിരാശയിൽ ചെന്ന് അവസാനിക്കുന്നില്ല, എന്നാൽ അവിടെ ദൈവത്തിന്റെ കരുണയിൽ ആഴമായ വിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്താണ് അവിടുത്തെ എക്സാമ്പിൾ? 130 സങ്കീർത്തനം 1 വാക്യം, കർത്താവേ ആഴങ്ങളിൽ നിന്ന് ഞാൻ നിന്നെ വിളിക്കുന്നു എന്ന് ഉള്ളതാണ് എക്സാമ്പിൾ. അവിടുത്തെ കൊട്ടേഷൻ ആരാണ്? സിറിയയിലെ മാർ എഫ്രേം അല്ലെങ്കിൽ അപ്രേം എന്ന് പറയുന്നു. കരുണയാണ് ദൈവത്തിന്റെ സിംഹാസനം, അനുതാപിയാണ് അവിടെ ധൈര്യത്തോടെ സമീപിക്കാവുന്നയാൾ. സെന്റ് എഫ്രൈം ദ സിറിയൻ says, mercy is the throne of God, the penitent is the one who may approach it with boldness. 3 പോയിന്റുകൾ നമ്മൾ പറഞ്ഞു. കൺഫെഷൻ ഓഫ് സിൻ ആരാണ്? അവിടുത്തെ എക്സാമ്പിൾ ഏതാണ്? 51 സങ്കീർത്തനം 3 വാക്യം. ആരാണ് അവിടുത്തെ കൊട്ടേഷൻ തരുന്നത്? വലിയ മാർ ബസേലിയോസ്, സഭാപിതാവായ വലിയ മാർ ബസേലിയോസ്, സെന്റ് ബേസിൽ ദ ഗ്രേറ്റ്. ഇനിയും ഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ സഫറിങ്, ശാരീരികവും ആത്മീകവുമായിട്ടുള്ള വേദന എന്നുള്ളതിന് എക്സാമ്പിൾ ഏതാണ്? 38 സങ്കീർത്തനം 3 വാക്യം. അവിടെ നമുക്ക് തന്നിരിക്കുന്ന കൊട്ടേഷൻ ആരുടെയാണ്? നാസിയാൻസിലെ മാർ ഗ്രിഗോറിയോസ്. മൂന്നാമത്തെ പോയിന്റ് ദൈവകരുണയിലേക്കുള്ള അഭയമാണ്. അവിടുത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് 130 സങ്കീർത്തനം 1 വാക്യം. നമുക്ക് കിട്ടിയിരിക്കുന്ന കൊട്ടേഷൻ എന്ന് പറയുന്നത് സിറിയയിലെ മാർ അപ്രേം എന്നുള്ളതാണ്, സെയിന്റ് എഫ്രൈം ദ സിറിയൻ. അവസാനത്തെ അവിടുത്തെ പോയിന്റ് ഏതാണ്? പുതിയ സൃഷ്ടിയാകും എന്നുള്ള പ്രത്യാശ, ദ ഹോപ്പ് ഓഫ് ബിക്കമിങ് എ ന്യൂ ക്രിയേഷൻ. അനുതാപം ലക്ഷ്യമാക്കുന്നത് പാപത്തിൽ നിന്നുള്ള മോചനം മാത്രമല്ല, പുതിയ മനുഷ്യന്റെ സൃഷ്ടിയാണ്. അതിനകത്തിൽ ഉദാഹരണം തന്നിരിക്കുന്നത് സാം 51:10, 51 സങ്കീർത്തനം 10 വാക്യമാണ്. ദൈവമേ ശുദ്ധിയുള്ള ഹൃദയം എൻ്റെ ഉള്ളിൽ നീ സൃഷ്ടിക്കണമേ. അവിടെ കൊട്ടേഷൻ എന്ന് പറയുന്നത് അലക്സാൻഡ്രിയയിലെ വിശുദ്ധ അത്താനാസിയോസ്. എന്താണ് പറയുന്നത്? ദൈവം മനുഷ്യനോട് ക്ഷമിച്ച് അവനെ പുതുക്കിയാണ് രക്ഷിക്കുന്നത്. സെയിന്റ് അത്തനേഷ്യസ് ഓഫ് അലക്സാൻഡ്രിയ says, God saves man by forgiving him and making him new. അപ്പം 4 കൊട്ടേഷൻസ് ആരുടെയൊക്കെയാണ്? ഒന്നുകൂടെ നോർത്തെ. വലിയ മാർ ബസേലിയോസ്, സെയിന്റ് ബേസിൽ ദ ഗ്രേറ്റ്, നാസിയാൻസിലെ മാർ ഗ്രിഗോറിയോസ്. അതിനുശേഷം മൂന്നാമത്തേതാരാണ്? സിറിയയിലെ മാർ അപ്രേം. 4-മത്തേത് അലക്സാൻഡ്രിയയിലെ വിശുദ്ധ അത്താനാസിയോസ്. ഓർത്തിരിക്കണം കേട്ടോ. ഇതൊരു 2-3 തവണ പഠിക്കുമ്പോഴത്തേക്ക് അത് കിട്ടും കേട്ടോ. ഇനിയും അടുത്തത്, when are penitential psalms widely used in the church worship? സഭാരാധനയിൽ അനുതാപ സങ്കീർത്തനങ്ങൾ എപ്പോഴൊക്കെയാണ് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത്? ഉപവാസ കാലങ്ങളിലും കുംഭസാര ശുശ്രൂഷയിലും രാത്രി പ്രാർത്ഥനകളിലൊക്കെയാണ് നമ്മുടെ സഭ ആരാധനയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. When the church repents, the tears of David become her language. സഭ അനുദപിക്കുമ്പോൾ ദാവീദിന്റെ കണ്ണുനീർ അവളുടെ ഭാഷയായി മാറുന്നു. ഇതാരാണ് പറഞ്ഞത്? സരൂഗിലെ വിശുദ്ധ യാക്കോബ്, സെന്റ് ജേക്കബ് ഓഫ് സെരൂഗ് എന്നുള്ളതാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള സഭാപിതാക്കന്മാരുടെ ഒന്നും പേരല്ല നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആരാണ്? സെരൂഗിലെ വിശുദ്ധ യാക്കോബ്, സെന്റ് ജേക്കബ് ഓഫ് സെരൂഗ്. ഇനി ഹൗ ഡസ് മലങ്കര ഓർത്തഡോക്സ് ചർച്ച് അണ്ടർസ്റ്റാൻഡ് റിപ്പൻറ്റൻസ്? മലങ്കര ഓർത്തഡോക്സ് സഭ അനുതാപത്തെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്?
നമ്മൾ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ പറയണം. അനുതാപത്തിന് വലിയ സ്ഥാനമുണ്ട്. രാത്രി നമസ്കാരങ്ങളിലും കുമ്പസാരത്തിനും ഉപവാസ കാലങ്ങളിലൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഈ അനുതാപ സങ്കീർത്തനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. സരൂഗിലെ വിശുദ്ധ യാക്കോബ് അനുതാപത്തെ പറ്റി പറയുന്നത്, അനുതാപ സങ്കീർത്തനങ്ങളെ പറ്റി പറയുന്നത് എന്താണ്? സഭ അനുദപിക്കുമ്പോൾ ദാവീദിന്റെ കണ്ണുനീർ അവളുടെ ഭാഷയാകുന്നു എന്നുള്ളത് പറയുന്നു. അങ്ങനെയെങ്കിൽ മലങ്കര ഓർത്തഡോക്സ് സഭ അനുതാപത്തെ ഒരു വ്യക്തിഗത അനുഭവമായിട്ടല്ല, സഭാ സമൂഹത്തിന്റെ പൊതു ശുദ്ധീകരണമായിട്ട് കൂടിയാണ് കാണുന്നത്. അതും കൂടി ചേർത്ത് അവിടെ എഴുതണം. കാരണം സഭയുടെ കാഴ്ചപ്പാടിൽ അതൊരു മനുഷ്യന് മാത്രം ഉണ്ടാകുന്ന അനുഭവമല്ല, മറിച്ച് ദ ഹോൾ കമ്മ്യൂണിറ്റി, ആ കമ്മ്യൂണിറ്റി മുഴുവനുമായിട്ടുള്ള ഒരു ശുദ്ധീകരണത്തിന്റെ അനുഭവമാണ് അനുതാപം നമുക്ക് നൽകുന്നത് എന്നുള്ളത് എഴുതണം. ഇനിയും അടുത്ത ഭാഗമാണ് സ്പിരിച്വൽ ഇന്റർപ്രിറ്റേഷൻസ് എന്നുള്ള ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്, വാട്ട് ഈസ് ദ ഓൾഡ് ടെസ്റ്റ്മെന്റ് വ്യൂ ഓൺ റിപ്പൻറ്റൻസ്? അനുതാപത്തെ കുറിച്ചുള്ള പഴയ നിയമ കാഴ്ചപ്പാട് എന്താണ്? അനുതാപം എന്നുള്ളത് കൊണ്ട് ദൈവത്തിങ്കിലേക്കുള്ള മടങ്ങി വരവ് എന്നുള്ളതാണ് നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ സാധിക്കുന്നത്. അവിടെ ആരാണ്? പ്രവാചകന്മാർ എല്ലാ കാലത്തും നിരന്തരമായിട്ട് ജനങ്ങളോട് ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരുവാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അതിന്റെ ഉദാഹരണം ആരൊക്കെയാണ്? യോവേൽ പ്രവാചകന്റെ പേര് പറയണം, നിനുവയിൽ മാനസാന്തരത്തിനുള്ള ഉപദേശം നൽകിയ യോന, യെശയ്യാവ്, ഇരമ്യാവ്. അവിടെ ശുദ്ധീകരണത്തിനായി വിളിച്ച യെശയ്യാവും ദൈവത്തിങ്കലേക്ക് മടങ്ങി വരുവാൻ ആഹ്വാനം ചെയ്ത ഇരമ്യ പ്രവാചകൻ, ശുദ്ധീകരണത്തിനായി വിളിച്ച യെശയ്യാവ്. കേട്ടോ, ഇവരെല്ലാം മാനസാന്തരത്തിന്റെ സന്ദേശങ്ങളാണ് നൽകുന്നത്. എന്താണ് പഴയ നിയമത്തിൽ മാനസാന്തരത്തിൽ അല്ലെങ്കിൽ അനുതാപത്തിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തിരുന്നത്? വിഗ്രഹാരാധന ഉപേക്ഷിക്കൽ, ദൈവത്തോടുള്ള വിശ്വസ്തത വീണ്ടെടുക്കൽ, നീതിയിലും വിശുദ്ധിയിലും ജീവിക്കൽ, അബാൻഡൻമെന്റ് ഓഫ് ഐഡൽ വർഷിപ്പ്, ദ റിസ്റ്റോറേഷൻ ഓഫ് ഫെയ്ത്ത്ഫുൾനെസ് ടു ഗോഡ്, ലിവിംഗ് ഇൻ റൈച്ചസ്നെസ് ആൻഡ് ഹോളിനെസ് എന്നുള്ളതാണ്. ഇനി വാട്ട് ആക്ഷൻസ് ആർ എക്സ്പെക്ടഡ് ഇൻ ദ റിപ്പൻറ്റൻസ് ഇൻ ഓൾഡ് ടെസ്റ്റ്മെന്റ് ടൈപ്സ്? നമ്മളിപ്പോൾ പറഞ്ഞ ഈ 3 പോയിന്റ്സ് തന്നെയാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ 3 കാര്യങ്ങൾ നമുക്ക് അനുതാപത്തെ പറ്റി പഴയ നിയമത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, ദൈവം ശിക്ഷയേക്കാൾ കരുണ ആഗ്രഹിക്കുന്നു. അനുതാപം ദൈവസൗഹൃദം പുനഃസ്ഥാപിക്കുന്നു. അനുതാപം നീതിയിലും ധാർമ്മികതയിലും പ്രകടമാകണം. ഇത്രയും കാര്യങ്ങളും കൂടെ നമ്മൾ പഴയ നിയമത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴോ ആദ്യം ആരെപ്പറ്റി പറയണം? യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചത് എന്താണ്? സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൽ അനുദപിപ്പീൻ. അതിനുശേഷം യേശുക്രിസ്തു എന്താണ് പറയുന്നത്? അനുദപിച്ച സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ പുതിയ നിയമത്തിൽ അനുതാപം എന്ന് പറയുന്നത് എന്താണ്? ഹൃദയത്തിന്റെ നവീകരണം, വിശ്വാസത്തിന്റെ ഉദയം, ആത്മീയ മാറ്റം, ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ ഒന്ന് ഓർത്തു നോക്കിക്കേ. ഹൃദയത്തിന് ഒരു നവീകരണം ഉണ്ടാവുകയാണ്, അവിടെ വിശ്വാസം ഉദിക്കുകയാണ്, ആത്മീയമായിട്ടൊരു മാറ്റം ഉണ്ടാവുകയാണ്. ഇതിലൂടെ നമ്മൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതാണ് പ്രതീക്ഷിക്കുന്നത് പുതിയ നിയമത്തിൽ അനുതാപം എന്നുള്ളത് കൊണ്ട്. പിന്നെയും അതിനുശേഷം അപ്പോസ്തല പ്രവൃത്തികളിൽ പത്രോസ് ലീഹ പെന്തക്കോസ്ത് പെരുന്നാളിന്റെ അന്ന് മാനസാന്തരപ്പെട്ട് പാപമോചനത്തിനായി സ്നാനം ഏൽപ്പീൻ എന്ന് പ്രസംഗിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുമല്ലേ? അതുകൊണ്ട് പുതിയ നിയമത്തിൽ ആകമൊത്തം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അനുതാപം എന്നുള്ളത് പാപസമ്മതവും ദൈവകൃപ സ്വീകരിക്കലും ആത്മീയ നവീകരണവും ദൈവ സൗഹൃദത്തിന്റെ പുനഃസ്ഥാപനവുമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഴയ നിയമ വ്യൂവും പുതിയ നിയമ വ്യൂവുമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇനിയും വാട്ട് ഡസ് റിപ്പറ്റൻസ് സിഗ്നിഫൈ ഇൻ ന്യൂ ടെസ്റ്റ്മെന്റ് ടൈംസ്? പുതിയ നിയമ കാലഘട്ടത്തിൽ അനുതാപം എന്താണ് അർത്ഥമാക്കുന്നത്? നമ്മൾ ഇപ്പൊ പറഞ്ഞ 4 പോയിന്റ്സ് തന്നെയാണ്. പാപസമ്മതം, ദൈവകൃപ സ്വീകരിക്കൽ, ആത്മീയ നവീകരണം, ദൈവ സൗഹൃദത്തിന്റെ പുനഃസ്ഥാപനം എന്നുള്ളത് ഒക്കെയാണ്. ഇനിയും വാട്ട് റിപ്പൻറ്റൻസ് വാസ് ടോട്ട് ബൈ സെയിന്റ് പീറ്റർ ഓൺ ദ ഡേ ഓഫ് പെന്തിക്കോസ്റ്റ്? പെന്തിക്കോസ്റ്റ് ദിനത്തിൽ വിശുദ്ധ പത്രോസ് പഠിപ്പിച്ചത് അനുദപിച്ച് പാപമോചനത്തിനായി സ്നാനം ഏൽപ്പീൻ എന്നുള്ളതാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 38-ാം വാക്യം. എന്നിട്ടിപ്പോൾ പറഞ്ഞ പോയിന്റ്സും കൂടെ അവിടെ ചേർത്ത് എഴുതണം. ഇനി വാട്ട് ഓൾ ആർ എൻകോംപസ്ഡ് ഇൻ റിപ്പൻറ്റൻസ്? എന്തൊക്കെയാണ് മാനസാന്തരത്തിൽ എന്തെല്ലാം ഉൾക്കൊള്ളുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ എന്തൊക്കെയാണ്? നമ്മളിപ്പോൾ പറഞ്ഞ ഈ 4 പോയിന്റ്സ് ആണ്. അനുതാപം ഉൾക്കൊള്ളുന്നത് പാപസമ്മതം, ദൈവകൃപ സ്വീകരിക്കൽ, ആത്മീയ നവീകരണം, ദൈവ സൗഹൃദത്തിന്റെ പുനഃസ്ഥാപനം എന്നൊക്കെയുള്ളതാണ്. എന്തൊക്കെയാണ്? Repentance encompasses confession of sin, receiving God's grace,
സ്പിരിച്വൽ റിന്യൂവൽ ആൻഡ് ദ റിസ്റ്റോറേഷൻ ഓഫ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ഗോഡ് എന്നുള്ളതാണ്. ഉൾക്കൊള്ളുന്നത്, മാനസാന്തരത്തിൽ എന്തെല്ലാം അല്ലെങ്കിൽ അനുതാപത്തിൽ എന്തെല്ലാം ഉൾക്കൊള്ളുന്നു എന്നുള്ളതിനാണ് ഈ 4 പോയിന്റ്സ് എഴുതേണ്ടത്. ഇനി വാട്ട് ഇസ് റിപ്പൻറ്റൻസ് ഇൻ ക്രിസ്ത്യൻ ലൈഫ്? ക്രിസ്തീയ ജീവിതത്തിൽ അനുതാപം എന്നാൽ എന്ത്? നമ്മൾ പറഞ്ഞു ഇത് ഒരിക്കൽ മാത്രം ഉള്ളതല്ല, മറിച്ച് ഈ നമ്മുടെ ഫുൾ ജീവിതകാലം അത്രയും ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആയിരിക്കണം. അവിടെ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് അനുതാപം ഒരിക്കൽ മാത്രം ഉണ്ടാകേണ്ടുന്നതല്ല. പൗലോസ്ലീഹ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ എന്നൊരു സന്ദേശമാണ് തരുന്നത്. അപ്പം എന്തൊക്കെ ഉണ്ടാവണം? നിത്യമായിട്ടുള്ള ആത്മപരിശോധന, ആത്മീയ വളർച്ച, തുടർച്ചയായ പരിവർത്തനം, അങ്ങനെ വിശുദ്ധിയിലേക്കുള്ള യാത്ര. ഇതാണ് ക്രൈസ്തവ ജീവിതത്തിൽ അനുതാപത്തിന്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അനുതാപം എപ്രകാരമായിരിക്കണം? അത് നിത്യമായ ആത്മപരിശോധന, കണ്ടിന്യൂസ് സെൽഫ് എക്സാമിനേഷൻ, അതിനുശേഷം സ്പിരിച്വൽ ആയിട്ടുള്ള നമ്മുടെ വളർച്ച, ഗ്രോത്ത് ഉണ്ടായിരിക്കണം, കണ്ടിന്യൂസ് ട്രാൻസ്ഫോർമേഷൻ, എപ്പോഴും മാറ്റങ്ങൾ ഉണ്ടായിരിക്കണം. അങ്ങനെ ഇറ്റ് ഷുഡ് ബി എൻ ഓൺ ഗോയിങ് ജേർണി ടുവേർഡ്സ് ഹോളിനെസ്, വിശുദ്ധിയിലേക്കുള്ള ഒരു യാത്രയായിരിക്കണം. ഇതാണ് അവിടെ എഴുതേണ്ടത്. ഇനിയും അതിനുശേഷം വാട്ട് ആർ ദി മാർക്സ് ഓഫ് ട്രൂ റിപ്പൻറ്റൻസ്? യഥാർത്ഥ അനുതാപത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പാപത്തെക്കുറിച്ചുള്ള ഹൃദയവേദന, അതായത് 51-ാം സങ്കീർത്തനത്തിൽ ദാവീദിന് ലഭിച്ചതുപോലെയുള്ള ഒരു ഹാർട്ട് ഫെൽറ്റ് സോറോ ഫോർ സിൻ. രണ്ടാമത് വിശ്വാസം, ഫെയ്ത്ത്. മൂന്നാമത് അനുസരണ. ഇത് മൂന്നുമാണ് എന്താണ് യഥാർത്ഥ അനുതാപത്തിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇനിയും എക്സ്പ്ലെയിൻ ദ കണ്ടംപററി റെലവൻസ് ഓഫ് പെനിറ്റൻഷ്യൽ സാംസ്. അനുതാപ സങ്കീർത്തനങ്ങളുടെ കാലിക പ്രസക്തി വിശദീകരിക്കുക. എന്തെഴുതണം അവിടെ? ആധുനിക ലോകം പാപത്തെ സാധാരണവൽക്കരിക്കുകയും ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ഒക്കെ ചെയ്യുമ്പോൾ അനുതാപ സങ്കീർത്തനങ്ങൾ നമ്മളെ ഒന്നുകൂടി ചിന്തിപ്പിക്കേണ്ടതാണ്. ഇറ്റ് ഷുഡ് കോൾ ഹ്യൂമാനിറ്റി ബാക്ക് ടു സെൽഫ് എക്സാമിനേഷൻ ആൻഡ് ഹ്യൂമിലിറ്റി. അനുതാപ സങ്കീർത്തനങ്ങൾ മനുഷ്യരെ ആത്മപരിശോധനയിലേക്കും വിനയത്തിലേക്കും തിരികെ വിളിക്കണം എന്നുള്ളത് പറയണം. അതോടൊപ്പം മറ്റ് പോയിന്റ്സ്, അനുതാപ സങ്കീർത്തനങ്ങൾ മനുഷ്യന്റെയും ദൈവത്തിന്റെയും തമ്മിൽ ദൈവിക സംഗമമാണ്. അതുപോലെ സഭാപിതാക്കന്മാർ ഇതിനെ ഒരു ആത്മീയ മരുന്നായിട്ട് കാണുന്നു എന്നുള്ളതും, തെറ്റിപ്പോയ മനുഷ്യർക്ക് ഇതൊരു ആത്മീയ വിളക്കായി മാറുന്നു എന്നുള്ളതൊക്കെ അവിടെ എഴുതാം. അങ്ങനെ ആ ഭാഗം അവസാനിപ്പിക്കാം. ദി പെനിറ്റൻഷ്യൽ സാംസ് ആർ ദ ഡിവൈൻ മീറ്റിംഗ് പോയിന്റ് ബിറ്റ്വീൻ ഡാഷ് ആൻഡ് ഡാഷ്. അനുതാപ സങ്കീർത്തനങ്ങൾ മനുഷ്യന്റെ ഡാഷും ദൈവത്തിന്റെ ഡാഷും തമ്മിലുള്ള ദൈവിക സംഗമമാണ്. എന്തിന്റെയാണ്? മനുഷ്യന്റെ തകർച്ചയും ദൈവത്തിന്റെ അനന്ത കരുണയും തമ്മിലുള്ള ദൈവിക സംഗമമാണ്. ഡിവൈൻ മീറ്റിംഗ് പോയിന്റ് ബിറ്റ്വീൻ ഹ്യൂമൻ ബ്രോക്കൺനെസ് ആൻഡ് ദ ഇൻഫിനിറ്റ് മേഴ്സി ഓഫ് ഗോഡ് എന്നുള്ളതാണ്. The church fathers see penitential psalms as dash and dash of the church. സഭാപിതാക്കന്മാർ മാനസാന്തര സങ്കീർത്തനങ്ങളെ ആത്മീയ ഡാഷായി, എന്താണ്? ആത്മീയ മരുന്നായി, സഭയുടെ ജീവിക്കുന്ന പ്രാർത്ഥനയായി കാണുന്നു. എങ്ങനെയാണ്? ആത്മീയ മരുന്നായി, സഭയുടെ ജീവിക്കുന്ന പ്രാർത്ഥനയായി കാണുന്നു. The penitential psalms are considered by the church fathers as സ്പിരിച്വൽ മെഡിസിൻ ആൻഡ് ലിവിങ് പ്രെയർ ഓഫ് ദി ചർച്ച്. ജീവിക്കുന്ന പ്രാർത്ഥന എന്നുള്ളതാണ് കേട്ടോ അവിടെ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനിയും പെനിറ്റൻഷ്യൽ സാംസ് ആർ സ്പിരിച്വൽ ലാംസ് ഫോർ ഹും. മാനസാന്തര സങ്കീർത്തനം അല്ലെങ്കിൽ അനുതാപ സങ്കീർത്തനങ്ങൾ ആർക്കാണ് ആത്മീയ വിളക്കായി മാറുന്നത്? വിനയത്തോടെ പാപം ഏറ്റുപറയുകയും കരുണയിൽ പ്രത്യാശ വയ്ക്കുകയും പുതുക്കപ്പെട്ട ജീവിതം തേടുകയും ചെയ്യുന്ന ഓരോ വിശ്വാസിക്കും ഈ സങ്കീർത്തനങ്ങൾ ആത്മീയ ദീപങ്ങളായിട്ട് മാറുന്നു. ആർക്കാണ്? വിനയത്തോടെ പാപമേറ്റു പറയുകയും കരുണയിൽ പ്രത്യാശ വയ്ക്കുകയും പുതുക്കപ്പെട്ട ജീവിതം തേടുകയും ചെയ്യുന്ന ഓരോ വിശ്വാസിക്കും. ഇംഗ്ലീഷിൽ ഫോർ എവറി ബിലീവർ who humbly confesses sin, places hope in mercy, and seeks a renewed life, these psalms are spiritual lamps. 40 ചോദ്യങ്ങളോളമാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് ഞാൻ എടുത്തെഴുതിയിരിക്കുന്നത്. കൂടുതലായിട്ടുള്ള ചോദ്യങ്ങൾ അല്ലാതെ എല്ലാം വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഒക്കെ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പൊ അതെല്ലാം നോട്ട് ചെയ്ത് വെച്ച് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് വായിക്കുമ്പം ഈ ചാപ്റ്ററും നമുക്ക് ഈസിലി പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പെട്ടെന്ന് ഒരുമിച്ച് ഇത്ര ഒരു കണ്ടന്റ് കേൾക്കുന്നത് കൊണ്ടുള്ള ഒരു കൺഫ്യൂഷനൊക്കെയാണ്. പതുക്കെ സമയം എടുത്ത് പഠിച്ചാൽ മതി. നോട്ട്സ് ആയിട്ടൊക്കെ എഴുതിയൊക്കെ വെച്ച് ഓർത്തിരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ക്വസ്റ്റ്യൻസും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അതുവരെ കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു. ദൈവം നമ്മളെ ഓരോരുത്തരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.